പൂർണ്ണമായി പെയ്തൊഴിയാതെ നിൽക്കുകയാണ് പാകിസ്ഥാന്റെ പ്രദേശമായ ബലൂചിസ്ഥാനിലെ ട്രെയിൻ ഹൈജാക്കിങ്ങും അതേ തുടർന്നുണ്ടായ പ്രതിവാദങ്ങളും. ഇപ്പോഴത്തെ വാർത്ത ഈ പ്രശ്നത്തിൻ്റെ എല്ലാം പിന്നിൽ ട്രെയിൻ ഹൈജാക്കിങ്ങിൻ്റെയും ബലൂച്ച് ഭീകരതയുടെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ എല്ലാ നീക്കങ്ങളുടെയും പിന്നിൽ രണ്ട് രാജ്യങ്ങളാണ്, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമാണ്. ഇതാണ് പാകിസ്ഥാന്റെ ആരോപണം. തങ്ങളുടെ സ്വന്തം സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് പാകിസ്ഥാൻ മൗനം പാലിക്കുന്നു. എത്രയോ കാലമായി തുടരുന്ന പ്രക്ഷോഭമാണ്. ഇപ്പം ബലൂച്ച് വിപ്ലവകാരികൾ, ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തുടക്കകാലം മുതൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നല്ലോ. ബലൂചിസ്ഥാൻ പാകിസ്ഥാനുമായി ഇൻറ്റഗ്രേറ്റഡ് ആകുന്നതിന് വിമുഖത കാട്ടിയ ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ചും ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ബലൂചിസ്ഥാൻ പ്രദേശം, ഇന്ന് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തിലെ ചില ഭാഗങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേരേണ്ട, സ്വതന്ത്രമായി നിലകൊള്ളാം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു നിർണായക സമയത്ത് അവർ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പക്ഷെ അത് പൂർണ്ണമായും ഇൻറ്റിഗ്രേറ്റഡ് ആയില്ല എന്നതിൻ്റെ സൂചനകളാണ്. പല സമയത്ത് പോപ്പുലർ അപ്രൈസിംഗ് ഉണ്ടായി. പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ 5% താഴെ വരികയും ടെറിട്ടറിയുടെ പകുതിയോളം വരികയും ചെയ്യുന്ന ബലൂച്ച് മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ട നിലയിലാണ്. ഉഷരഭൂമിയാണ്, പർവ്വതങ്ങളാണ്, കാര്യമായ എക്കണോമിക് ആക്ടിവിറ്റീസിന് സാധ്യതയില്ലാത്ത മേഖലയാണ്. പക്ഷെ അവിടെ വലിയ തോതിൽ ധാതുക്കളും കോപ്പർ, സിങ്ക്, അയൺ എന്ന് വേണ്ട സ്വർണം, അതുമാത്രമല്ല ഹൈഡ്രോ കാർബൺ, പെട്രോൾ പോലും, അല്ലെങ്കിൽ പ്രകൃതിവാതകവും എണ്ണയും ഉൾപ്പെടെ നിക്ഷേപമുള്ള പ്രദേശമാണല്ലോ ബലൂചിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാനും അത് പൂർണ്ണമായി കൈയൊഴിയാൻ സാധിക്കാത്ത ഒരു പ്രദേശമാണ്. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് ട്രെയിൻ മോചിപ്പിച്ചു, 33 ഭീകരരെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. തങ്ങളുടെ തന്നെ സേനയിലെ 19 പേരെ വധിക്കപ്പെട്ടു, ഏതാനും ബന്ദികളും കൊല്ലപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിച്ചു. പക്ഷേ ഇവിടെ കോൺട്രഡിക്ടറി ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ആണ് വരുന്നത്. ഇവിടെ പറയുന്നു സുരക്ഷാ സേന പാകിസ്ഥാന്റെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നൂറുകണക്കിന് ബലൂച്ച് സേനാനികൾ, ഈ തീവ്രവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആളുകൾ ആയുധങ്ങളുമായി ആ പർവ്വത നിരകളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ചിത്രം എന്തേ സാറ്റലൈറ്റ് കണ്ണുകളിൽ പതിഞ്ഞില്ല? അവരെ പ്രിവെന്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഏറിയൽ മാർഗങ്ങൾ ഉപയോഗിച്ചില്ല? അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച വന്നു എന്നത് തീർച്ചയായിട്ടും പറയാം. ഈ ടാങ്ക് ഉൾപ്പെടെയുള്ള കവചിത വാഹനങ്ങൾ ആ ഭാഗത്ത് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ടെറൈൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ലൈറ്റ് ഇൻഫൻട്രി പോലെയുള്ള കാര്യങ്ങൾ കടന്നു വരാം. അവസാനം അങ്ങനെ തന്നെയാണ് അവരെ മോചിപ്പിച്ചതും. ഇങ്ങനെയാണ്, ഏറിയൽ ബോംബാർഡ്മെന്റ് ഉണ്ടായി. പക്ഷേ ഈ മോചിപ്പിച്ചതാണോ അതോ ബന്ദികളാക്കപ്പെടുന്നവരെ സ്വമേധയാ ഈ തീവ്രവാദികൾ മോചിപ്പിച്ചതാണോ? അതേക്കുറിച്ചും കൗണ്ടർ ക്ലെയിംസ് ഉണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം തന്നെ വിട്ടയച്ചു എന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുമ്പോൾ അങ്ങനെയല്ല, തങ്ങൾ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചതാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറയുന്നുണ്ട്, അസത്യമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതൊരു വശം. രണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ റാഞ്ചി അല്ലെങ്കിൽ ബന്ദി നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അവിടെ ഉപയോഗിക്കപ്പെട്ടത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളാണ്. അവിടെ ഇന്ത്യൻ നാഷണൽസ് അവിടെ ഇൻവോൾവ് ആയി എന്ന ഒരു തീവ്ര പ്രസ്താവന കൂടി പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ വളരെ കർശനമായ വാക്കുകൾ ഉപയോഗിച്ച് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അവർക്ക് മുഖം നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലേ പറ്റൂ എന്നതാണ് വാസ്തവം. പക്ഷേ ഇന്ത്യ യാതൊരു രീതിയിലും നേരിട്ടോ അല്ലാതെയോ ഉള്ളൊരു ഇൻവോൾവ്മെന്റ് ബലൂചിസ്ഥാനിലുണ്ട് എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഔപചാരികമായി ഇന്ത്യ ഒരു രീതിയിലും ബലൂചിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നില്ല, ബലൂചിസ്ഥാനുമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പാകിസ്ഥാൻ പറയുന്നു അങ്ങനെയല്ല. ബലൂച്ച് നാഷണൽസായ അല്ലെങ്കിൽ പാകിസ്ഥാൻ നാഷണൽസായ ബലൂചിസ്ഥാൻ വംശജരായ ഏതാനും ആളുകൾ പല ആവർത്തി ഇന്ത്യയിൽ വന്നു പോയതായി തെളിവുണ്ട്. അവർ ചികിത്സാ സൗകര്യത്തിനായി വന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു. അവർ തിരിച്ചുപോയി. ആ ആളുകൾ ഉൾപ്പെടെ ചേർന്നാണ് ഈ ഒരു ആക്രമണത്തിന് സന്നാഹമൊരുക്കിയത് എന്നാണ് പറയുന്നത്. ഇതൊന്നും തന്നെ സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങളല്ല. ഇന്ത്യക്ക് ഒരുപക്ഷെ ആ ഭാഗം അസ്ഥിരമാകുന്നതിനെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ശ്രദ്ധ പൂർണ്ണമായി ബലൂചിസ്ഥാനിലെ ഒരു സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ സൈന്യം വലിയ തോതിൽ
പണവും ആയുധങ്ങളും സമയവും ലോജിസ്റ്റിക്സും ചെലവഴിച്ചേക്കാം. അങ്ങനെ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. ആർമിയുടെ ഭാഗത്ത് എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന വന്നിരിക്കുന്നു. അങ്ങനെയാകട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുള്ള പാകിസ്ഥാൻ വലിയ സൈനിക വിന്യാസം കുറച്ചുകൊണ്ട് വരികയും നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രീതിങ് സ്പേസ് ലഭിക്കുകയും പ്രത്യേകിച്ച് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുറച്ചുകൂടി ഇന്ത്യക്ക് അഡ്വാൻറ്റേജിയസ് ആയ ഒരു ബോർഡർ പൊസിഷനിങ് സാധിക്കും എന്ന ഇന്ത്യയുടെ കണക്കുകൂട്ടലാണ്. അത് അവിടെ ന്യായമായ ഒരു ചിന്തയുമാണ്. അതാണ് മറ്റൊരു കാര്യം. ഇവിടെ വേറൊരു പ്ലെയർ ഇൻവോൾവ് ആണ്. അത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം വന്നപ്പോൾ, അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രോൾഡ് ഒരു അഡ്മിനിസ്ട്രേഷൻ മാറി, അമേരിക്ക ആദ്യം എതിർത്തിരുന്നതും പിന്നീട് ഈ വെള്ളിത്താളത്തിൽ വെച്ച് അധികാരം കൈമാറിയതുമായ താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ ആദ്യം സന്തോഷിച്ചു. പക്ഷെ പിന്നീടാണ് അബദ്ധം മനസ്സിലായത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഉള്ളപ്പോൾ ആ താലിബാനുമായി ഇന്ത്യ സാമാന്യം നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. ഇന്ത്യയും താലിബാനും തമ്മിൽ ഔപചാരികമായ ബന്ധമല്ല, മറിച്ച് അനൗപചാരികമായ താലിബാൻ അംബാസഡറെ ഇന്ത്യ സ്വീകരിക്കുകയും ഇന്ത്യയുമായി നിരന്തരമായ കൂടിക്കാഴ്ചകൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിലായി താലിബാൻ നടത്തുന്നു, താലിബാൻ ഭരണകൂടം നടത്തുന്നു. അങ്ങനെയെങ്കിൽ അത് വലിയ വിപത്താണ് പാകിസ്ഥാൻ. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ, പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസാണ്, ഡ്യൂറന്റ് ലൈനിന് പടിഞ്ഞാറ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാനും കിഴക്ക് ഭാഗത്ത് പാകിസ്ഥാനുമാണ്. ഇങ്ങനെ ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്നത് വിഭജിക്കുന്നത് പ്രധാനമായും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ആണെന്ന് പറഞ്ഞാലും ഇവിടെ ഖൈബർ പഖ്തൂൺഖ മേഖല എന്ന് പറയുന്ന പഠാണികൾ അല്ലെങ്കിൽ പഖ്തൂൺ വിഭാഗക്കാർ, പഷ്തു ഭാഷ സംസാരിക്കുന്നവരാണ്. അവർ അഫ്ഗാനിസ്ഥാനിലുമുണ്ട്, പാകിസ്ഥാന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുമുണ്ട്. തോറാബോറ മലനിരകളും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ്. അവിടെയുള്ള വലിയ തോതിലുള്ള ഇൻസർജൻസി ഉണ്ട്. പാക് താലിബാൻ ഇപ്പോൾ അത് പാകിസ്ഥാൻ നിരോധിച്ചിരിക്കുന്നു. ആദ്യമൊക്കെ വലിയ തോതിൽ വളർത്തിയെടുത്തതാണ് പാക് താലിബാനെ. പക്ഷെ പാക് സ്റ്റേറ്റിനെതിരെ തന്നെ പാക് താലിബാൻ നീങ്ങുമ്പോൾ പാക് താലിബാന്റെ ആക്രമണം പാകിസ്ഥാന്റെ സൈനിക വ്യൂഹങ്ങൾക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, സാമ്പത്തിക സ്ഥാപനങ്ങൾക്കെതിരെ സംഭവിക്കുമ്പോൾ പാക് താലിബാനും അഫ്ഗാൻ താലിബാനും തമ്മിലുള്ള സവിശേഷമായ ബന്ധം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഡ്യൂറന്റ് ലൈൻ ക്രോസ് ചെയ്ത്, ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറവും ഇപ്പുറവും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് വലിയ തോതിലാണ് പാകിസ്ഥാന് സുരക്ഷാ ഭീഷണി. ആ ഒരു ഭീഷണിയുടെ മറ്റൊരു ഭാഗമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ് ഒളിഞ്ഞും തെളിഞ്ഞും ബലൂചിസ്ഥാന്റെ ഭീകരവാദികൾക്ക് ആളും അർത്ഥവും തന്ത്രപരമായ സപ്പോർട്ട് നൽകുന്നു എന്നത്. അപ്പോൾ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ പുതിയ ഭരണകൂടം എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. അതിൽ സ്വല്പം സത്യമുണ്ട് താൻ. കാരണം ഭൂമിശാസ്ത്രപരമായി 1000-ൽ പരം കിലോമീറ്ററുകളാണ് ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി. ബലൂചിസ്ഥാന്റെ നല്ലൊരു ഭാഗം ഇറാനുമായിട്ടാണ് അതിർത്തി, മറ്റൊരു ഭാഗം അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് അതിർത്തി. അപ്പം ബലൂച്ച് അഫ്ഗാൻ അതിർത്തി മേഖല, ആ അതിർത്തി മേഖലയിൽ നിരന്തരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയറ്റിറക്കങ്ങളുണ്ട്. അങ്ങനെ ഒരു പക്ഷേ അവർക്ക് ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ചുകൂടായികയില്ല. അമേരിക്കൻ സേന ഉപേക്ഷിച്ചു പോയ വലിയ തോതിലുള്ള ആയുധങ്ങളുണ്ട്, താലിബാൻ തന്നെ സ്വീകരിച്ചു വെച്ച ആയുധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഇടപാടുകൾ അത് ഇന്ത്യയുടെയും കൂടെ അറിവും സമ്മതവും ആശീർവാദവും ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇതെല്ലാം കടന്നു വരുന്നത് അതിശക്തമെന്ന് പാകിസ്ഥാൻ കരുതുന്ന ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന ചാരസംഘടനയുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് എന്ന് പറയുന്നു. അപ്പോൾ പാകിസ്ഥാൻ പറയുകയാണ് അത് ദുർഘടമായ പ്രദേശമാണ്, അവിടെ നടക്കുന്ന എല്ലാ നീക്കങ്ങളും, കരമാർഗം നടക്കുന്ന എല്ലാ നീക്കങ്ങളും ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവില്ല എന്ന് പാകിസ്ഥാനും പരിഭവം പറയുന്നു. ഇനി മറ്റൊരു പ്ലെയറും കൂടെ പറയാതെ, അല്ല ഒന്നല്ല 2 പ്ലെയേഴ്സിന്റെ കാര്യം കൂടെ പറയാതെ ഈ ചർച്ച അവിടെ പൂർണ്ണമാവില്ല. അതിലൊരു പ്ലെയർ ചൈനയാണ്. ഇപ്പോൾ എന്താണ് ബലൂച്ചുകളെ ഇപ്പോൾ സമ്മർദ്ദപ്പെടുത്തുന്നത്? പ്രത്യേകിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ രൂപീകരണത്തിൻ്റെയൊക്കെ പിന്നിൽ വരുന്നത് പ്രധാനമായും ചൈനയുമായുള്ള പാകിസ്ഥാന്റെ സഹകരണമാണ്. നമുക്കറിയാമല്ലോ, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ഒരു 50 ബില്യണിലധികം വരുന്ന ഒരു സഹകരണ പദ്ധതിയാണ്. അപ്പോൾ അത്രയും വലിയ തുക ഈ കോറിഡോറിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖം വികസിപ്പിച്ചതിന് ശേഷം ആ തുറമുഖത്ത് നിന്നും റെയിൽ റോഡ് മുഖേന ഈ ഇതിലെ ബലൂച്ച് മേഖലയിലൂടെ കടന്ന് പഷ്തു മേഖലയിലെത്തി അവിടെ നിന്ന് ചൈനയിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകാവുന്ന വിശാലമായ ഇടനാഴിയാണ്. ആ ഇടനാഴിയുടെ ഭാഗമാണ് റെയിൽവേ ട്രാക്ക്. ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ ആക്രമിച്ച്
ഭീകര ഗ്രൂപ്പുകൾ, സൂയിസൈഡ് സ്ക്വാഡുകളാണ് ആക്രമിച്ചത്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സൂയിസൈഡ് മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യാ സ്ക്വാഡുകൾ ആണ് ആക്രമണം നടത്തിയത്. നമുക്കറിയാമല്ലോ, ആത്മഹത്യാ സ്ക്വാഡുകൾക്കെതിരെ ഒരു രീതിയിലുള്ള പ്രതിരോധവും സാധിക്കില്ല എന്ന് പാകിസ്ഥാനും അറിയാം, ചൈനയ്ക്കും അറിയാം. ചൈനയുടെ ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് ഈ കൺസ്ട്രക്ഷനുമായൊക്കെ ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയർമാരെ 4-5 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ വെച്ച് ആക്രമണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ. അത് മാത്രമല്ല, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇപ്പോൾ പാകിസ്ഥാൻ 2ാം സ്ഥാനത്താണ്. ലോകത്ത് ഏറ്റവും അധികം ടെറർ ആക്ടിവിറ്റീസ് നടക്കുന്ന റെക്കോർഡ്സ് ഉള്ളതിൽ 2ാം സ്ഥാനത്താണ് ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് പാകിസ്ഥാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ചില്ലറ ആലോചനമല്ല ചൈനയ്ക്കുണ്ടാകുന്നത്. ചൈന വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പാകിസ്ഥാനിൽ, ഇക്കണോമിക് കൊറിഡോർ എന്നുള്ളതിന് പുറമെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത്. ഇത് വെള്ളത്തിലാകുമോ എന്ന ഭീതി പാകിസ്ഥാനുണ്ട്. പക്ഷേ ചൈനയുടെ ഭാവി വികസനത്തിന് വലിയ തോതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം ജിയോഗ്രഫി അതിനനുകൂലമാണ്. വാം വാട്ടർ പോർട്സിലേക്കുള്ള, ഇന്ത്യൻ ഓഷ്യനിലേക്കുള്ള, അറബിക്കടലിലേക്കുള്ള ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു പാത എന്ന് പറയുന്നത് പാകിസ്ഥാനിലൂടെ വേണം, അല്ലെങ്കിൽ ഇറാനിലൂടെ വേണം. പാകിസ്ഥാൻ ഇറാൻ പ്രദേശത്തു കൂടി തെക്കൻ സമുദ്രങ്ങളിലേക്കുള്ള ചൈനയുടെ ചരക്ക് നീക്കത്തിനുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു നെയ്വൽ ലിങ്ക് കൂടി വേണമല്ലോ. അതിന് പാകിസ്ഥാൻ ആവശ്യമാണ്. ബലൂചിസ്ഥാനിൽ സംഘർഷം വ്യാപിക്കുമ്പോൾ അത് നടക്കാതെ വരും. ഇനിയാണ് അവസാന പ്ലെയർ, കോൾഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 2 താവളങ്ങളാണ് ബലൂചിസ്ഥാനിൽ അമേരിക്കയ്ക്കുള്ളത്. ഒന്ന് ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ഖറ്റയിലുള്ള വ്യോമതാവളം, മറ്റൊന്ന് ഷംസിയിലുള്ള വ്യോമതാവളം. ഈ വ്യോമതാവളങ്ങളിൽ നിന്നും കില്ലർ ഡ്രോണുകളെ അയച്ചുകൊണ്ടായിരുന്നു പണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ അമേരിക്ക ഇടപെടലുകൾ നടത്തിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യമില്ല. പക്ഷേ ബലൂചിസ്ഥാൻ പൂർണ്ണമായി അസ്ഥിരപ്പെടുന്നത് അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിനും അത്ര നല്ലതല്ല. അമേരിക്ക ഈ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്, സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഇതിനുള്ള പ്രതികരണം എന്തെന്നറിയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇനിയിപ്പം ക്രാക്ക് ഡൗൺ ആണ്. ഇതുവരെ ക്രാക്ക് ഡൗൺ ആയിരുന്നു, അതിനേക്കാൾ ഭീകരമായ ക്രാക്ക് ഡൗൺ ആണ്. വലിയ തോതിലാണ് ബലൂച്ച് വിഭാഗത്തിലെ ആളുകളെ അവിടെ നിന്ന് പലായനം ചെയ്തത്. അവർ പല രാജ്യങ്ങളിൽ ചെല്ലുന്നു. നോർവേയിലും സ്വീഡനിലും ഫിൻലൻഡിലും ബലൂച്ചുകൾക്കെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. അതുപോലെ കാനഡയിൽ വെച്ച് ഒരു ബലൂച്ച് യുവതി വധിക്കപ്പെട്ടിരിക്കുന്നു സമീപകാലത്ത്. ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങളാണ് പൊതുവെ ആരോപിക്കപ്പെടുന്നത്. ഇപ്പോൾ ഹർപ്രീത് സിംഗ് നിജ്ജാറിന്റെ വധത്തിന് ഇന്ത്യയുടെ കരങ്ങളാണ് എന്ന് കാനഡ പറയുന്നത് പോലെ പാകിസ്ഥാൻ ഒരുപക്ഷെ കൊലയാളികളെ അയച്ചുകൊണ്ട് ഈ പറയുന്ന തീവ്ര വിഭാഗക്കാരെ, വിദേശത്തേക്ക് കടന്ന പ്രധാനപ്പെട്ട ബുദ്ധിജീവികളെ വകവരുത്തുന്ന തിരക്കിലുമാണ്. അത് മാത്രമല്ല, ഇവരുടെ ആവശ്യം എന്താ? ട്രെയിൻ റാൻ ചെയ്തതിന് പിന്നിലെ ബലൂച്ചി നാഷണൽ ലിബറേഷൻ ആർമിയുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ആളുകളെ വിട്ടയക്കണം. പാകിസ്ഥാന്റെ തടവിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ബലൂച്ച് വിപ്ലവകാരികളുണ്ട്. അവരെ വിട്ടയക്കണം. അവരിൽ ചിലരെയെങ്കിലും വിട്ടയക്കണം എന്നതാണ് ആവശ്യം. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. അവരെങ്ങനെയോ കൊല ചെയ്യപ്പെടുന്നു. അവർ പൊതുവെ അങ്ങ് അപ്രത്യക്ഷരാവുകയാണ്. ഇതെല്ലാം വസ്തുതകളായി അവശേഷിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഒക്ടോബർ 7 എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ ട്രെയിൻ റാഞ്ചൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒക്ടോബർ 7 മാറുകയാണ്. അതുകൊണ്ട് പാക് സ്റ്റേറ്റ്, പാക് രാഷ്ട്രം അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അസ്ഥിരത പരിഹരിക്കാൻ ഇനി ഇന്ത്യക്കെതിരെയോ അഫ്ഗാനിസ്ഥാനെതിരെയോ ഒക്കെ തിരിയുമോ പാകിസ്ഥാൻ? കാരണം സ്വന്തം ബലഹീനത മറച്ചു വെക്കാൻ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിൽ പാകിസ്ഥാൻ പ്രതികരിക്കുമോ എന്ന് മാത്രമേ കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ.